ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ കെ മുരളീധരൻ, അങ്ങേയറ്റം പ്രിയപ്പെട്ട സഹോദരി തുല്യരായ ഡോക്ടർ ഖദീജ മുംതാസ്, ഡോക്ടർ ഷംഷാദ് ഹുസൈൻ, പ്രിയപ്പെട്ട അനിൽ കോവിലകം, ഗോപേട്ടനും മണമ്പൂരും അടക്കം സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രബന്ധാവതരണം നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. പ്രബന്ധം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടില്ല. പൊതുവെ തുഞ്ചൻപറമ്പിൽ ഇത്തരം പ്രഭാഷണങ്ങളും ഞാൻ പതിവില്ല. കഴിഞ്ഞ 33 വർഷം ആയി എന്ന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ സ്വാഗതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം. സാധാരണ വിദ്യാരംഭം കലോത്സവത്തിനും തുഞ്ചൻ കലോത്സവത്തിനും സ്വാഗതം പറയുക എന്നൊരു ചുമതലയാണ് ഇവിടുത്തെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല. ഇത്തവണ കേരള സാഹിത്യ അക്കാദമി എന്തുകൊണ്ടോ എന്നെ കൂടി ഇതിൻ്റെ ഒരു പ്രബന്ധാവതാരകനാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കോമ്പറ്റന്റ് ആയ ഒരു പ്രബന്ധാവതാരകനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എങ്കിലും സമകാല കേരളവും സ്ത്രീ സ്വത്വാവിഷ്കാരവും എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് കേരള സാഹിത്യ അക്കാദമി ഈ വർഷത്തെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ശ്ലോകത്തിൽ കാലേ ഹിതമിത ഭോജി കൃതചംക്രമണ ക്രമേണ വാമശയ അവിധൃത മൂത്രപുരുഷ സ്ത്രീഷു യച്ചാത്മജയോ നരസ്വരുഖ്. അല്ലെ, കാലത്തും നേരത്തും ഹിതമായും മിതമായും ഭക്ഷണം കഴിക്കുന്നവനും ധാരാളം നടക്കുന്നവനും ഇടതുവശം ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവനും സ്ത്രീകളിൽ അത്യാസക്തി ഇല്ലാത്തവനുമായവൻ ആരോഗ്യവാൻ. ഞാനിത് പറയുമ്പോഴൊക്കെ ആലോചിക്കും, അപ്പൊ ആരോഗ്യവതി വേണ്ടേ? ഇതിന് വിപരീതമായിട്ടൊരു കാര്യം കൂടി പറയാം, ആരോഗ്യവാൻ മാത്രം പോരല്ലോ. ശാസ്ത്രം ആരോഗ്യവതിയെ നിർവചിച്ചിട്ടില്ല. അന്നത്തെ കാലത്തെ ഒരു ശാസ്ത്രത്തിലും സ്ത്രീക്ക് സവിശേഷമായി പോയ ആർത്തവകാല പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കാൻ പോകും. ഇതൊന്നും നിർവചിക്കപ്പെട്ടിട്ടില്ല. സ്ത്രീ ഒരു മനുഷ്യ സത്തയാണെന്ന് പ്രാചീന ശാസ്ത്രകാരന്മാർ വിചാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയവർ വിചാരിക്കും. ശാസ്ത്രം ആധികാരികമായ ഒരു പാഠമാണ്, അതിൽ സ്ത്രീക്ക് സാന്നിധ്യമില്ല. പക്ഷെ ഇവിടെ ഗാർഗിയെ പോലെയും മൈത്രേയെ പോലെയും ഏതാണ്ട് പുരുഷ ഋഷിമാർക്കൊപ്പം നിന്ന ഋഷിത്വമുള്ള സ്ത്രീകളുണ്ടായി. ഒരിക്കൽ ഗാർഗിയാണെന്ന് തോന്നുന്നു, ആരോടാണെന്ന് അറിഞ്ഞുകൂടാ, ഒരു സംവാദത്തിന് വരാൻ പൂർണ്ണ നഗ്നനായി എൻ്റെ അടുത്ത് ഇരിക്കണം, ഞാനും പൂർണ്ണ നഗ്നയായിട്ടിരിക്കാം, നമുക്ക് സംവാദത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മചര്യം തെറ്റും എന്ന് പറഞ്ഞ് ആ മഹർഷി അതിന് തയ്യാറായില്ല. അപ്പോൾ സ്വന്തം ശരീരത്തിലും മനസ്സിലും ഇത്ര വിശ്വാസമില്ലാത്തവരെങ്ങനെയാണ് വേദാന്തം അറിയുന്നത് എന്ന് ഗാർഗി ചോദിച്ചു എന്ന് ഇന്ത്യയിൽ പഴയ ഒരു കഥയാണ്. പത്രമേൽ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പുരുഷൻ നിർമ്മിച്ച ചരിത്രം, പുരുഷൻ നിർമ്മിച്ച ശാസ്ത്രം, പുരുഷൻ നിർമ്മിച്ച ആചാരാനുഷ്ഠാനങ്ങൾ സ്ത്രീയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, സ്ത്രീയെ പടിക്ക് പുറത്ത് നിർത്തിയെന്ന് മാത്രമല്ല, സ്ത്രീക്കെതിരായിട്ടാണ് അനാദികാലം മുതൽക്ക് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് എന്നതൊരു സത്യമാണ്. ആ സത്യം നിഷേധിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് പൗരാണികമായ എല്ലാ അറിവുകളിലും സ്ത്രീ അദൃശ്യയാണ്. എന്തിന് 1929 സ്ത്രീക്ക് വേണ്ടി വീട്ടി ഭട്ടതിരിപ്പാട് എഴുതി അവതരിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, ഇന്ന് സാര ടീച്ചർ രാവിലെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ നാടകം അവതരിപ്പിക്കുമ്പോൾ സ്ത്രീക്ക് വേണ്ടിയാണ് ആ നാടകം എഴുതപ്പെട്ടത്. സ്ത്രീ കാണാൻ ഉദ്ദേശിച്ചാണ് ആ നാടകം എഴുതിയതും അവതരിപ്പിക്കാൻ പോകുന്നതും. പുരോഗമനവാദികളായിരുന്ന ഉണ്ണി നമ്പൂതിരി പക്ഷം എത്രയൊക്കെ വാദിച്ചിട്ടും അന്നത്തെ ആളുകൾ, വിശേഷ യോഗക്ഷേമ സഭ, സ്ത്രീ നാടകം കണ്ടോട്ടെ, പക്ഷെ സ്ത്രീയെ ആരും കാണരുത് എന്ന്. ഇത് 29-ാം വർഷം. സ്ത്രീ നാടകം കണ്ടോട്ടെ, പക്ഷെ സ്ത്രീയെ മറ്റാരും കാണരുത്. അങ്ങനെയാണ് ഒരു പ്രതിവിധി ഉണ്ടാക്കിയത്. ഒരു ഓലമറ ഉണ്ടാക്കി, ആ ഓലമറയുടെ പിന്നിലാണ് സ്ത്രീകളെ എത്തിയത്. പിന്നെ ബാക്കിയുള്ളവരെ കുത്തഴി, ഈ ഇല്ലത്തിന്റെ കുത്തഴികൾക്ക് പിന്നിലിരുന്നാൽ കുത്തഴികളിലൂടെ സ്ത്രീ അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഈ ഓലമറയ്ക്ക് പിന്നിലിരിക്കുന്ന സ്ത്രീയെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സ്ത്രീക്ക് ഈ ഓലമറയിലെ ചെറിയ വിടവിലൂടെ നാടകം കാണാം. 929 സ്ത്രീക്ക് കർത്തൃത്വം ലഭിക്കേണ്ടിയിരുന്ന, സ്ത്രീക്ക് വേണ്ടിയുള്ള നാടകം സ്ത്രീ കണ്ടത് അദൃശ്യമായിട്ടിരുന്നിട്ടാണ്. ഇത് 29 കാര്യമാണ്, അധികം പിന്നിലല്ല. അപ്പൊ അതുകൊണ്ട് സ്ത്രീ അദൃശ്യമായിരുന്നു ചരിത്രത്തിൽ. സ്ത്രീയുടെ അവകാശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒരാചാരത്തിലും സ്ത്രീക്ക് പരിഗണന കിട്ടിയിട്ടില്ല. സതി എന്നത് ഇന്ത്യയിൽ നിലനിന്നൊരാചാരമാണ്. ഭർത്താവ് മരിച്ചാൽ ജീവനുള്ള സ്ത്രീ ഏത് പ്രായത്തിലാണെങ്കിലും ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കണം
എന്നായിരുന്നു ആ ആചാരം. മറിച്ച് ഭാര്യ മരിച്ചാൽ ഭർത്താവ് ചിതയിൽ ചാടി മരിക്കണം എന്നൊരു ആചാരം ഉണ്ടായിരുന്നില്ല. രാജാറാം മോഹൻ റോയുടെ കാലത്താണ്, 20-ാം നൂറ്റാണ്ടിലാണ് സതി എന്ന ആചാരം നിർത്തലാക്കിയത്. എനിക്കിപ്പോ നല്ല പേടിയുണ്ട്, ഈ പൈതൃകമൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന കൂട്ടത്തിൽ മിക്കവാറും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സതി തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാലമാണെന്നാണ്, നമ്മുടെ പൈതൃകങ്ങളൊക്കെ തിരിച്ചു വരണം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വിശേഷിച്ചും ഫാഷിസ്റ്റ് ഭരണകൂടങ്ങൾ അതോറിറ്റാരിയനിസം എന്ന് പറയാൻ അധികാരം സ്ഥാപിക്കുന്ന അതോറിറ്റാരിയാനിസം കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യയശാസ്ത്രവും സ്ത്രീക്ക് പ്രാമുഖ്യം കൊടുക്കാറില്ല. ഭാഗ്യവശാൽ എന്നല്ല, നിർഭാഗ്യവശാൽ എന്ന് തന്നെ അടിവരയിട്ട് പറയട്ടെ, നമ്മുടെ ഭരണകൂടം ഇന്ന് ഫാഷിസ്റ്റ് ഭരണകൂടമാണ്. അപ്പോൾ ഈ ആചാരങ്ങളൊക്കെ തിരിച്ചു വന്നാൽ തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സ്ത്രീയെയാണ്. സമകാലിക ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ പ്രമാദ വിഷയങ്ങളൊക്കെ ആചാരവും നിയമവും തമ്മിലുള്ള ഒരു സംഘർഷത്തിലാണ് പ്രവർത്തിച്ചത്, അല്ലെ? ശബരിമലയിൽ സ്ത്രീക്ക് കയറാമോ? അത് ആചാരമാണോ? അത് ഇന്ത്യൻ സമാവകാശ നിയമത്തിൽപ്പെട്ടതാണ്. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. 5-അംഗ ബെഞ്ചിന് വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ, അല്ലെ? സ്ത്രീക്ക് ശബരിമലയിൽ കയറാനുള്ള അവകാശം ആചാരപരമാണോ അതോ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യയുടെ മതേതര പാരമ്പര്യവും ഇന്ത്യയുടെ ഈ ഫെഡറൽ ജനാധിപത്യ ഭരണഘടനാ സംസ്കൃതിയും മുന്നോട്ട് വയ്ക്കുന്ന തുല്യാവകാശ നീതിയുടെ വിഷയമാണ്? അതിപ്പോഴും ചർച്ചയായിട്ടില്ല. എഴുത്തച്ഛൻ ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു, ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിത് ഒരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല. നാമം ചൊല്ലുന്നതിന് സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്ന കാലമാണ്. സ്ത്രീ ഹരിനാമം ചൊല്ലിക്കൂടാ, സ്ത്രീക്ക് നാമം ജപിക്കാൻ പാടില്ല. എന്റെ കുട്ടിക്കാലത്ത് വരെ മുത്തശ്ശിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് നാമം ജപിക്കാൻ, ആൺകുട്ടികൾക്കേ നാമം ജപിക്കാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ദൈവനാമം ജപിക്കാൻ പോലും സ്ത്രീക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഇപ്പോഴും മുസ്ലിം സമൂഹത്തിൽ ഭൂരിഭാഗം വിലക്കുണ്ട്. മറ്റു പല സമുദായങ്ങളിലും സ്ത്രീക്ക് വിലക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീ ദൈവത്തിന്റെ അടുത്ത് പോലും തുല്യനീതിക്ക് അർഹയല്ല. അപ്പോഴാണ് എഴുത്തച്ഛൻ പറഞ്ഞത് ഋതുവായ പെണ്ണിനും. അദ്ദേഹം 1-ാം സ്ഥാനത്ത് നിർത്തിയത് പെണ്ണിനെയാണ്, അതും ഋതുവായ പെണ്ണിനെയാണ്. ഇപ്പോൾ 5-അംഗ ബെഞ്ചിന് വിട്ടുകൊടുത്തിരിക്കുന്ന പ്രശ്നം അന്ന് അദ്ദേഹം തീർപ്പാക്കിയതാണ്. 1-ാം സ്ഥാനം ഋതുവായ പെണ്ണിനാണ്. പിന്നെ ഇരപ്പന്, ദാഹകന്, പതിതന്. അവസാനത്തെ സ്ഥാനമേ അന്നത്തെ സമൂഹത്തിലെ മേൽത്തട്ടിലുണ്ടായിരുന്ന അഗ്നിഹോത്രം ചെയ്ത പുരുഷന് എഴുത്തച്ഛൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ശബരിമല വിഷയം വന്നപ്പോഴാണ് ഇത് ആചാരപരമാണോ നിയമപരമാണോ എന്ന പ്രശ്നം അതിരൂക്ഷമായിട്ട് ഇന്ത്യൻ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ വിശ്വസിച്ചു. നിയമത്തിന്റെ പരിഗണന സ്ത്രീക്ക് ശബരിമലയിൽ പ്രവേശിക്കേണ്ട വിഷയത്തിൽ കിട്ടുമോ? അത് തലനാരിയുടെ കീറി ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഹിജാബ് വിവാദം വന്നപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം, അല്ലെ? ഹിജാബിലും ഇത് ആചാരപരമാണോ നിയമപരമാണോ, ശരീഅത്ത് നിയമത്തിൽ ഉൾപ്പെടുന്നതാണോ അതോ ഇസ്ലാമിലെ കേവലാചാരമാണോ? അതൊക്കെ ഷംസാദും ഖദീജ മുഹമ്മദ് പറയും, കാരണം എനിക്ക് ആ വിഷയത്തിൽ അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇന്ത്യ ഇന്ന് നേരിട്ട സമകാലത്തെ 2 പ്രശ്നങ്ങളിൽ ആചാര പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് സ്ത്രീയുടെ സ്വതന്ത്രാവകാശം. സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഈ ആചാരത്തിന്റെ നൂലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്കാലത്തും ഈ നീതികൾ ഉണ്ടാക്കിയവർ പുരുഷ കേസരികളായിരുന്നു. ഗോത്ര നിയമങ്ങളിൽ സ്ത്രീ എക്കാലത്തും ഗോത്രമുഖ്യന്റെ അടിമയായി. ഗോത്രമുഖ്യൻ ആണ് സ്ത്രീകളെ കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് അനേകം സ്ത്രീകളെ കൈവശം വെച്ചിരുന്ന ഗോത്ര നേതാക്കന്മാരും, ഗോത്രകാലം കഴിഞ്ഞ് രാജകാലം വന്നപ്പോൾ അനേകം സ്ത്രീകളെ സ്വന്തം കസ്റ്റഡിയിൽ അടിമകളാക്കി വെച്ചിരുന്ന രാജാക്കന്മാരും ചക്രവർത്തിമാരും സുൽത്താൻമാരും നമ്മുടെ ചരിത്രത്തിൽ വേണ്ടുവോളമുണ്ട്. ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ ജരാസന്ധനെ തോൽപ്പിക്കുമ്പോൾ ജരാസന്ധന്റെ 16,000 സ്ത്രീകളെ, ഭാര്യമാരെ എന്നാണ് നമ്മൾ വിചാരിച്ചത്, 16,000 ഭാര്യമാരല്ല, 16,000 വെപ്പാട്ടികളെ സ്വന്തം ഭാര്യമാരായിട്ട് ശ്രീകൃഷ്ണന് സ്വീകരിക്കേണ്ടി വന്നു. തന്റെ സ്വന്തമായിട്ടുള്ള 8 ആൾക്ക് പുറമെ ഈ 16,000 കൂടി ചേർത്താണ് 16,008 അധിപനായിട്ട് ശ്രീകൃഷ്ണൻ മാറുന്നത്. അത് പുരാണത്തിൽ പറയുമ്പോൾ പോലും ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും ഒരേപോലെ സ്ത്രീക്കെതിരായിട്ടുള്ള ആചാരങ്ങളായിരുന്നു. പാഞ്ചാലിയെ 5 പേർ ചേർന്ന് കല്യാണം കഴിച്ചത് പാഞ്ചാലി എന്ന സൗന്ദര്യധാമം ഒരാൾക്ക് മാത്രം കുത്തകയായിരുന്നു കൂടാ. അപ്പോൾ ആ സ്ത്രീയുടെ
സവിശേഷമായ ലൈംഗികാവകാശത്തെ 5 പുരുഷന്മാർ ചേർന്ന് പങ്കിട്ടെടുക്കുക എന്ന ഒരു ക്രൂരത മഹാഭാരതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം പുരുഷന്റെ ഭയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്നും നമ്മൾ ഭയപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ ഈ ശക്തി വളരെ വരുംതോറും പുരുഷന്മാർ ആന്തരികമായി ഭയപ്പെടുന്നു. ഞാൻ പറയാറുണ്ട്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിത്ത് യക്ഷിയെ കുറിച്ചാണ്. യക്ഷി എന്ന മിത്ത് ഉണ്ടായത് പുരുഷന്റെ ലൈംഗിക ഭയത്തിൽ നിന്നാണെന്നാണ് എന്റെ എക്കാലത്തെയും ഒരു വിചാരം. അത് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിക്കാൻ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെങ്കിലും സുന്ദരിയായ ഒരു സ്ത്രീ വെറ്റിലയും ചുണ്ണാമ്പും ചോദിക്കുന്നു. ലൈംഗിക ക്ഷണമാണ് ഈ വെറ്റിലയും ചുണ്ണാമ്പും എന്നത്. നമുക്കിതിന്റെ ശാസ്ത്രം പഠിച്ചവർക്കറിയാം, ഒരു ലൈംഗിക ക്ഷണമാണ്. അത് സ്വീകരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, ഈ പുരുഷൻ അവളോടൊപ്പം ശയിച്ചാൽ അവൾ ഉയർത്തിയിരിക്കുന്ന ഒരു അനുഭൂതിയുടെ കരിമ്പനയുടെ മുകളിൽ പോയി എല്ലും തോലുമായിട്ട് ബാക്കിയാവും എന്ന് പറഞ്ഞാൽ, ഇത്രയാണ് പുരുഷന്റെ ലൈംഗിക ഭയത്തിന്റെ ഒരു പരമാവസ്ഥയാണ് യക്ഷിയുമായിട്ടുള്ള സഹശയനത്തെ കുറിച്ചുള്ള കേരളീയ മിത്ത്. ഈ ലൈംഗിക ഭയത്തിൽ നിന്നാണ് സത്യത്തിൽ പുരുഷാധിപത്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന പ്രച്ഛന്ന പുരുഷ അധമബോധം. പുരുഷന്റെ പ്രച്ഛന്ന അധമബോധമാണ് ഡിസ്ഗൈസ്ഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ പ്രച്ഛന്ന അധമബോധമാണ് സ്ത്രീക്ക് മേൽ അതിസങ്കീർണമായ അധികാരങ്ങൾ ഉറപ്പിക്കുന്ന അനേകം ആചാരങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ഒരു ശാസ്ത്ര ദൃഷ്ടിയോടുകൂടി ചരിത്രത്തെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ വിഷയത്തിൽ കാര്യമായി പഠിച്ച ഒരു വിഷയം നമ്പൂതിരിമാർക്കിടയിലെ സ്മാർത്ഥ വിചാരത്തെ കുറിച്ചാണ്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. നമ്പൂതിരിമാർക്കിടയിലെ സ്മാർത്ഥ വിചാരം, എന്റെ ഒരു പുസ്തകം താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം എന്ന പുസ്തകം നിങ്ങൾ ഒരു പക്ഷേ വായിച്ചു കാണും. അത് കുറിയാടത്ത് താത്രി എന്ന ഭ്രഷ്ടാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ എന്റെ നിലയ്ക്ക് നടത്തിയ ഒരു അന്വേഷണമാണ്. ആ അന്വേഷണ കാലത്താണ് അമ്പരപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ സ്ത്രീക്കെതിരായിട്ട് ഈ ആചാരങ്ങളിലൂടെ ഉപരിവർഗ സമൂഹത്തിൽപ്പെട്ട നമ്പൂതിരിമാർ അന്ന് അനുവർത്തിച്ചിരുന്ന ആചാരങ്ങളിലൂടെ ചങ്ങലക്കിട്ട സ്ത്രീയുടെ അനന്തമായ അടിമത്തത്തിന്റെ മുഖങ്ങൾ കാണാൻ, അത് കണ്ട് അമ്പരന്ന് പോകാൻ എനിക്ക് അവസരമുണ്ടായത് ആ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട കാലത്താണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 1850 തൊട്ട് 1920 വരെ ഒറ്റ സ്മാർത്ഥ വിചാരമല്ല ഉണ്ടായിട്ടുള്ളത്. 55ഓളം സ്മാർത്ഥ വിചാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കുറച്ച് കൊല്ലത്തിനുള്ളിൽ. 1.5 കൊല്ലത്തിനിടയിൽ ഒരു സ്മാർത്ഥ വിചാരം എന്ന നിലയിൽ കേരളത്തിൽ അക്കാലത്ത് സ്മാർത്ഥ വിചാരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സ്മാർത്ഥ വിചാരങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്പൂതിരി സ്ത്രീ അബദ്ധത്തിലെങ്ങാനും ഒരു താഴ്ന്ന ജാതിക്കാരന്റെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞാൽ മതി, ആളെ കാണണ്ട, ആളെ തൊടുകയൊക്കെ ചെയ്താൽ കടുത്ത ശിക്ഷയായി. ആളെ കാണുകയോ താഴ്ന്ന ജാതിക്കാരനെ കാണുകയോ അയാളുടെ നിഴല് കാണുകയോ ചെയ്തു എന്ന് കൂടെ എപ്പോഴും നടക്കുന്ന തോഴി ഒരു ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ പല ചെവി പകർന്ന് അങ്ങനെ ഒരു ആരോപണം ഉയരുകയോ ചെയ്താൽ ഇതിനെ അടുക്കള ദോഷം എന്നാണ് പറയുക. അടുക്കള ദോഷപ്രകാരം ഈ സ്ത്രീയെ സാധനം എന്ന പേരിൽ ഒരു 5ആംപുര എന്ന സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ച് അവിടെ മീമാംസകർ എന്ന് പറയുന്ന ഒരു പൗരോഹിത്യ സമൂഹം വന്ന് കുറെ ദിവസങ്ങൾ സ്മാർത്ഥ വിചാരണ നടത്തി. സ്മാർത്ഥ വിചാരണ എന്നല്ല, സ്മാർത്ഥ വിചാരം എന്നാണ് വാക്ക്. സ്മാർത്ഥ വിചാരം നടത്തി ശിക്ഷിക്കും. ആദ്യകാലത്തെ ശിക്ഷ കേട്ടാൽ നിങ്ങൾ പേടിക്കും. ആദ്യകാലത്തെ ശിക്ഷ പാമ്പുകൾക്കൊപ്പം ഒരു മുറിയിൽ കിടത്തുക, അതൊരു ശിക്ഷയായി. പായക്കുള്ളിൽ തെരച്ച് മട്ടുപ്പാൽ കൊണ്ടുപോയി പായ വിടർത്തുക. അപ്പൊ അത് ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴും. മുലയും മൂക്കും ഛേദിക്കുക, തേളുകൾക്കൊപ്പം മുറിയിൽ അടച്ചു കൂട്ടുക, തിളച്ച എണ്ണയിൽ കൈകാലുകൾ മുക്കുക, തിളച്ച എണ്ണയിൽ മാർവിടം മുക്കുക. ഇങ്ങനെ അതിക്രൂരമായ ദണ്ഡനമുറകൾക്ക് ഈ സ്ത്രീ വിധേയാവും. അതിന് തെളിവൊന്നും വേണ്ട, ഈ തോഴി പറഞ്ഞാൽ മതി ഇന്ന സമയത്ത്. അതിലൊരു രസമുണ്ട്, അതൊരു ശരിക്കും കഥകളി പോലെ അതിൻ്റെ ഒരു സംവിധാനം. ഭയങ്കര തമാശ. ഈ സ്മാർത്തൻ വന്ന് 5ആംപുരയിൽ ആക്കിയിരിക്കുന്ന സാധനത്തോട് നേരിട്ട് സംസാരിക്കില്ല. സാധനത്തോടുള്ള ചോദ്യങ്ങളൊക്കെ ഈ തോഴിയോടാണ് ചോദിക്കുക. തോഴിയോട് ചോദിക്കും, എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? അപ്പോൾ തോഴി പറയും, ഇവിടെ ഒരു സ്മാർത്ഥ വിചാരത്തിന് സാധനത്തെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ്. ആരാണ് സാധനം? അത് ഇന്നാളാണ്. എന്താണ് കാരണം? ഈ സാധനം ഇന്ന സമയത്ത് ഇന്ന മനുഷ്യനുമായി ഇന്നിടത്ത് വെച്ച് സന്ധിച്ചു. ഉടനെ ഈ സ്മാർത്തൻ അത്ഭുതം അഭിനയിക്കും. അയാൾക്കത് അറിയാം, പക്ഷെ എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ അത്ഭുതം അഭിനയിക്കണം, സംസ്കൃത നടത്തിലെ പോലെ. ഇങ്ങനെ അസംബന്ധ ജടിലമായ ഒരു കോമാളി നാടകം പോലെയുള്ള
അനവധി 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 പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഈ സ്ത്രീയെ വിധിക്കുന്നത്. താത്രിയുടെ കാലമാകുമ്പോഴേക്കും ഇവളെ ഭ്രഷ്ടാക്കി പടിയടച്ച് പിണ്ടം വെക്കുക. അങ്ങനെ പടിയടച്ച് പിണ്ടം വെച്ച സ്ത്രീകളെ അന്നത്തെ കാലത്തെ ചെട്ടിമാരും മറ്റ് പെൺവാണിഭക്കാരും ഇവിടെ നിന്ന് കൊണ്ടുപോയി ബോംബെയിലെ ചുവന്ന തെരുവിൽ വരെ അന്തർജനങ്ങൾ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇത് പറയാൻ കാരണം ഏറ്റവും ഉപരിവർഗത്തിൽപ്പെട്ട നമ്പൂതിരിമാർക്കിടയിൽ സ്ത്രീക്കെതിരെ നടന്നിരുന്ന അതിക്രൂരമായ ഒരു ആചാരമാണ് സ്മാർത്ത വിചാരം. അതിൽ കേരളത്തിൽ ആദ്യമായി, അതുവരെ എന്താ വെച്ചാൽ സ്ത്രീ മാത്രമേ ഭ്രഷ്ടാക്കപ്പെടൂ. സ്ത്രീക്ക് എത്ര ബന്ധമുണ്ടായാലും ആര് സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടാലും സ്ത്രീക്ക് മാത്രമേ ശിക്ഷയുള്ളൂ, പുരുഷന് ശിക്ഷയില്ല. എന്നാൽ 905 കുറിയേടത്ത് താത്രിയുടെ സ്മാർത്ത വിചാരത്തിൽ ആദ്യമായി പുരുഷന് ശിക്ഷ വേണമെന്ന് കൊച്ചി മഹാരാജാവ് തീരുമാനിച്ചു. അതങ്ങനെ വെറുതെ തീരുമാനിച്ചതല്ല, അപ്പോഴേക്കും ബ്രിട്ടീഷ് നിയമം കേരളത്തിൽ ഏതാണ്ട് വന്നിരിക്കുന്നു. ഒരു തുല്യാവകാശത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായി. ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് സ്ത്രീക്കെതിരെ മാത്രം ഒരു സ്മാർത്ത വിചാരം നടത്തിക്കൂടാ എന്നൊരു ബോധം കൊച്ചി മഹാരാജാവിനുണ്ടായി. എന്ന് മാത്രമല്ല, അന്നൊരു അപഖ്യാതി ഉണ്ടായിരുന്നത്, ഇതിൽ 64 പേരുടെ പേര് വിളിച്ചു പറഞ്ഞു. അന്ന് 64 പേരുണ്ടാവുന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. 65ാമന്റെ പേര് പറയാതെ അയാൾ കൊടുത്ത മോതിരം ഈ സാധനം ഉയർത്തി കാണിച്ചപ്പോൾ മതി 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 എന്ന് പറഞ്ഞ് സ്മാർത്ത വിചാരം ഉടനടി നിർത്തപ്പെട്ടു എന്നാണ്. ആ മോതിരം കൊച്ചി മഹാരാജാവിൻ്റെത് തന്നെ ആയിരുന്നു എന്ന് ഒരു അപഖ്യാതി ആ കാലത്തുണ്ടായിരുന്നു. ഈ കൊച്ചി മഹാരാജാവിന് ഇതിൽ പ്രത്യേക താല്പര്യം ഉണ്ടാവാൻ കാരണം താൻ അതിൽ പ്രതിയായേക്കുമെന്ന ഭയം കൊണ്ടാണെന്ന് ഒരു അപഖ്യാതിയുണ്ട്. ഞാനത് അപഖ്യാതി മാത്രമായിട്ട് പറയൂ. മാത്രമല്ല, ആ കാലത്തുണ്ടായിരുന്ന ഒരു കാര്യം, വർത്തമാന പത്രങ്ങളുണ്ടായിരുന്നു. മനോരമ പത്രം, ദിനപത്രം ഈ സ്മാർത്ത വിചാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിനു മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊക്കെ രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ട്. ഇന്ന് കൊച്ചിൻ ആർക്കൈവ്സിൽ പോയാൽ സ്മാർത്ത വിചാരത്തിൽ കുറിയേടത്ത് താത്രി വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് വായിക്കാം. ഇപ്പോഴവിടെ രേഖയിലുണ്ട്. അപ്പൊ ആ രേഖപ്പെടുത്താൻ തുടങ്ങി. അതിനു മുമ്പ് അതില്ല. എന്ന് മാത്രമല്ല, താത്രി അതിവിദുഷിയായി. അവർ കഥകളി കമ്പക്കാരിയായിരുന്നു, അതീവ ലാവണ്യവതിയായിരുന്നു, അതൊക്കെ വേറെ കാര്യം. അതിവിദുഷിയായിരുന്നു. അവരന്ന് കൊച്ചി രാജാവിന് ഒരു കത്തയച്ചു, എനിക്ക് സ്മാർത്ത വിചാരത്തിൽ എന്റെ ഭാഗം വാദിക്കാൻ ഒരു വക്കീലിനെ വെക്കാൻ അനുവാദം തരണം. ഇതൊക്കെ ഉണ്ടായ കാര്യം. താത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ കൊച്ചി രാജാവ് അതിന് മറുപടി കൊടുത്തത്, ഇത് പുരോഹിതന്മാർ നടത്തുന്ന ആചാരമാണ്, അതിൽ പൊതു നിയമത്തിലെ വക്കീലിനെ വെക്കാൻ സാധിക്കില്ല. നോക്കൂ, ആചാരം എത്ര രൂഢമൂലമാണെന്ന് ആലോചിക്കണം. ഇത് ഇപ്പോഴും തന്നെ പ്രശ്നം പറയരുത്. ഇപ്പോൾ തന്ത്രി പറഞ്ഞ ആചാരം ലംഘിക്കാൻ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും വരെ പറ്റില്ല എന്നാണ് പറയുന്നത്. തന്ത്രിയാണ് ഒരു രാജ്യത്തെ പരമാധികാരിയെങ്കിൽ എന്തിനാണ് സുപ്രീം കോടതി എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഇത് ചോദിക്കുന്നില്ല. ആചാരം രൂഢമൂലമാണ്. ഹിജാബ് വിവാദത്തിലും അത് തന്നെയാണ് പ്രശ്നം. ഇത് ഇസ്ലാമിക ആചാരമാണോ, ശരീഅത്താണോ, അതോ ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമാണോ? അതിന് കോടതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്നില്ല. ഇതേ പ്രശ്നം അന്നുണ്ടായപ്പോൾ കോടതി വക്കീലിനെ വെക്കുന്നത് പോലെ ഈ ആചാരസഭയിൽ വക്കീലിനെ വെക്കാൻ പറ്റില്ല. പക്ഷെ അവര് വാദിച്ചു. കുറിയേടത്ത് താത്രി ഒറ്റയ്ക്ക് വാദിച്ചു. അവിടെ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായി. ഒരാൾ ആരോപിച്ചു, ഒരു പുരുഷൻ ആരോപിച്ചു, കുലസ്ത്രീ ഗമനത്തിനാണ് ഭ്രഷ്ട്. ഒരു സ്ത്രീ 2 പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുലസ്ത്രീ അല്ലാതെയായി കുലടയായി. അതാണ് കുലസ്ത്രീ എന്നുള്ള വാക്കൊക്കെ എപ്പോഴും വളരെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടിൽ കുലസ്ത്രീകൾ വീണ്ടും ഉണ്ടായ ഒരു കാലം. അപ്പൊ കുലസ്ത്രീ അല്ലാതെയായി കുലടയായി. കുലടയായാൽ വേശ്യാഗമനത്തിന് ഭ്രഷ്ടില്ല. അതുകൊണ്ട് കുലടയായാൽ ഭ്രഷ്ടാവുന്നില്ല. 2 പേർക്കേ ഭ്രഷ്ട് പറ്റുള്ളൂ. 3ാമൻ വേശ്യാസംഗമമാണ് നടത്തിയിരിക്കുന്നത്. അതിനെ ലംഘിച്ച ഒരേ ഒരാൾ താത്രിയാണ്. താത്രി പറഞ്ഞു, അത് ശാങ്കരസ്മൃതിയാണ്, ഇവിടെ മനുസ്മൃതിയാണ് നടപ്പ്. മനുസ്മൃതി പ്രകാരം അങ്ങനെയില്ല. ശരിക്ക് കേരളീയ സ്മാർത്ത സഭ ആകെ അങ്കലാപ്പിലായി. അവരുടെ സ്മൃതി നിയമങ്ങളൊക്കെ കൂടിക്കുടിഞ്ഞു. ഇത് ഉണ്ടായ കാര്യം. ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ മനുസ്മൃതിയാണ് നടപ്പ്. മനുസ്മൃതിയിലാണ് പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനേ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നൊരു സ്മൃതി സിദ്ധാന്തമുണ്ട്. അപ്പൊ അതിൽ മനു ന്യായീകരിക്കുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്നല്ല, പിതാവ് ബാല്യത്തിലും ഭർത്താവ് യൗവനത്തിലും മക്കൾ വാർദ്ധക്യത്തിലും സംരക്ഷിച്ചു കൊള്ളണം. അങ്ങനെ ഒരാൾക്ക് വേറൊരു ആശ്രയം വേണ്ടി വരില്ല.
അതല്ല, ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് തന്നെയാണ് അവസാനത്തെ വരി. സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. ഇതാണ് ഇന്ത്യൻ ശാസ്ത്രങ്ങളുടെ സാമാന്യമായ സ്ത്രീയോടുള്ള സമീപനം. ഇത് ഇന്ത്യൻ ശാസ്ത്രങ്ങളുടെ മാത്രമല്ല കേട്ടോ. ഇപ്പൊ ഇന്നലത്തെ വിവാദം സമ്മാനം വാങ്ങാൻ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് വരാമോ എന്നാണ്. ഞാനിപ്പം ആരെയും പേരെടുത്ത് പറയുന്നില്ല, അതൊരു വിവാദമാണ്. സമ്മാനം വാങ്ങാൻ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് വരാമോ, അത് ആചാര വിരുദ്ധമാണോ? ഈ വിഷയം കേരളത്തിൽ അവസാനിച്ചിട്ടില്ല. ഏറ്റവും സമകാലമായ ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും തെറ്റിപ്പോയി. അപ്പൊ ഈ നസ്ത്രീ, ഇതാണ് മനുസ്മൃതി. ഈ മനുസ്മൃതി അനുസരിക്കുന്ന ആളുകൾക്ക് ശാങ്കരസ്മൃതിയെ പിൻപറ്റാൻ അവകാശമില്ല എന്ന് താത്രി നേരിട്ട് പറയാം. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസം തോന്നാത്തൊരു കാര്യം, ഈ വിചാരണ കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവി ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, വള്ളത്തോൾ നാരായണ മേനോന് സമശീർഷനായ ഒരു മഹാകവിയാണ് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ എഴുതിയ ഒരു കാവ്യമുണ്ട്, അപരാധിയായ അന്തർജനം എന്നാണ് ആ കാവ്യത്തിന്റെ പേര്. ഞാൻ ആ കാവ്യം മുഴുവനൊന്നും പറയുന്നില്ല, അതിലെ കുറച്ച് വരികൾ നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം. ഭൂരിപ്രമോദമൊടു കേൾക്കയെ വടക്കാഞ്ചേരിക്കടുത്തുള്ളൊരു മഹീസുര മന്ദിരത്തിൽ ചാരിത്ര ദൂഷണമിയെന്നൊരു കേമിയായ നാരിക്കെഴും കഥ കുറച്ച് കഥിച്ചിടാം ഞാൻ. ആ കഥ പറയാൻ എങ്ങനത്തെ നാരിയാണ്? കേമിയായ നാരി. ആ കേമത്ത് എന്താ അടുത്ത വരികൾ വരും. അന്തസ്സുമേറ്റം അറിവും പെടും അന്തണന്മാർ, സ്വന്തം പിതാവ് ബദ സോദരൻ എന്നിവണ്ണം അന്തർജനം പലരെയും തകരാറിലാക്കി, എന്തക്രമം തല തെറിച്ചിതു ധർമ്മവൃക്ഷം. ഇതാണ് പ്രശ്നം. ഈ എന്ത് അക്രമമാണ് ഈ സ്ത്രീ ചെയ്തത്? അതിലെ പ്രതികൾ ആരാണെന്നറിയുമോ? ഒന്ന് അച്ഛനാണ്, ഒന്ന് സഹോദരനാണ്, ഒന്ന് ഗുരുനാഥനാണ്. ആ കഥ വായിച്ചാൽ കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ താത്രിയുടെ മൊഴികൾ വായിക്കാൻ പറ്റില്ല. പെണ്ണാണെന്ന് അറിയുന്നതിന് മുമ്പ് 10ാമത്തെ വയസ്സിൽ അവളുടെ ശരീരഭംഗി കൊണ്ട് പാട്ട് പഠിപ്പിച്ചിരുന്ന ഗുരുനാഥൻ എനിക്ക് ഗുരുദക്ഷിണ തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് സഹശയനം ആവശ്യപ്പെടുന്നത്. 10ാമത്തെ വയസ്സിൽ ഗുരുനാഥന് വഴങ്ങി. തൊട്ടു പിന്നാലെ അച്ഛനും സഹോദരനും വഴങ്ങേണ്ടി വന്നു, അമ്മാമന്മാർക്ക് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ കുറെ പേർക്ക് വഴങ്ങിയതിനു ശേഷമാണ് ആദ്യത്തെ പകുതി പേർ താത്രിയെ ഇരയാക്കിയവരും ബാക്കിയുള്ളവർ താത്രി ഇരയാക്കിയവരുമാണ്. പകുതി പേർ ഇരയാക്കിയപ്പോൾ താത്രിക്ക് തോന്നി അവിടെയാണ് കുടിയേറുന്ന താത്രിയുടെ വിജയം. തിരിച്ചു കുറച്ചു പേരെ താനും ഇരയാക്കാം. അങ്ങനെയാണ് ഈ 64 കണക്ക് നിന്നിട്ടില്ല. കുറെ പേരുണ്ട്. അതിൽ അതിപ്രഗത്ഭരായ മുൻസിപ്പുമാര്, ആനപ്പാപ്പാൻ തൊട്ട് കഥകളി നടൻ വരെയുണ്ട്. അങ്ങനെയാണ് ഒരു ആചാരത്തിന്റെ നൂറ്റാണ്ടുകൾ നീണ്ട രൂഢമൂലമായ ഒരു അധികാര ഘടനയെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തകർക്കുന്നത്. ഇപ്പൊ സ്ത്രീ വിചാരിച്ചാൽ അത് തകർക്കാൻ സാധിക്കും എന്നതിന് കുറിയെടുത്ത് താത്രി ഉദാഹരണമാണ്. ഞാൻ ഈ ലേഖന പരമ്പര 1997 മാതൃഭൂമിയിൽ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ വളരെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ലേഖനമൊക്കെ നന്നായി, എന്നാലും വിപ്ലവത്തിനുള്ള വഴി ഇതാണ് എന്ന് സമർത്ഥിക്കാൻ പാടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, താത്രി നടത്തിയ വിപ്ലവം, താത്രിക്ക് വേറെ വഴിയില്ല. സ്വന്തം ശരീരമില്ലാതെ മറ്റൊരു ആയുധവുമില്ലാത്ത ഒരു സ്ത്രീ ആ പ്രതിസന്ധിയിൽ അങ്ങനെ ഒരു സമരം ചെയ്ത. ഇപ്പോ സൂര്യനെല്ലി പെൺകുട്ടി, വിതുര പെൺകുട്ടി, ഐസ്ക്രീം പെൺകുട്ടി തുടങ്ങി അടുത്ത കാലത്തെ പെൺവാണിഭങ്ങളിൽ വരെയുള്ള പെൺകുട്ടികൾക്ക് അവരുടെ പേര് പോലും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അവസാനം അതിജീവിത മാത്രമാണ് സ്വന്തം പേരിൽ വന്നത്. അതിജീവിത ആവുന്നത് വരെ അവരുടെ പേര്, ഞാനും സ്ഥലത്ത് പോയി പ്രസംഗിച്ചപ്പോ ആ പേര് പറഞ്ഞതിന് കോടതിയലക്ഷ്യ കേസ് വരുന്നതിനോട് പറഞ്ഞു, പേര് പറയാൻ പാടില്ല. ആ വിധത്തിലാണ് ഈ സ്ത്രീകളുടെ അവസ്ഥ. നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, മാധവക്കുട്ടി പറഞ്ഞു, നിന്നെ നിന്റെ അനുവാദം കൂടാതെ കയ്യേറ്റം ചെയ്ത് പ്രാപിച്ച പുരുഷൻ നിനക്കൊന്നും ചെയ്യുന്നില്ല, സോപ്പിട്ട് കഴുകിയാൽ പോകാവുന്ന ചെളിയെ നിന്റെ ശരീരത്തിൽ പറ്റിയിട്ടുള്ളൂ എന്ന് മാധവക്കുട്ടി പറയാനിടവന്ന സാഹചര്യം ഏത് ആചാരം കൊണ്ട് മൂടി വെച്ചാലും സ്ത്രീ ശക്തിയായി ഉണർന്നെഴുന്നേറ്റ് നിന്നാൽ പരിഹരിക്കാവുന്നതാണ് ഈ പ്രശ്നമെന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ വിശ്വാസം. പ്രേംജി ഋതുമതി എന്ന നാടകത്തിൽ പറയുന്നുണ്ട്, കൂട്ടിലടയ്ക്കപ്പെട്ട സ്ത്രീയെ സംബന്ധിച്ച്, കൂട്ടിലടയ്ക്കപ്പെട്ട സ്ത്രീയല്ല, കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ സംബന്ധിച്ച്, കിളി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ സംബന്ധിച്ച് പുറത്തു നിന്ന് ആരെങ്കിലും കൂട് തകർത്ത് മോചിപ്പിക്കുമെന്ന സ്വപ്നം വേണ്ട. സ്വന്തം ചിറകിന് ബലം വെപ്പിച്ച് അകത്തു നിന്ന് കൂട് തകർത്തല്ലാതെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇതാണ് പ്രശ്നം. ഇത് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ പല ആചാരങ്ങളും ഉണ്ടായിരുന്നല്ലോ. ചാന്നാൻ ലഹള ഇവിടെ നടക്കുന്നതിന് ഒരു കാരണം ചാന്നാൻ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അവർക്ക് സ്ത്രീകൾക്ക് കീഴാള സമുദായങ്ങൾ
നേരത്തെ തന്നെ സമരരംഗത്ത് ഇറങ്ങി. 1852 മറ്റോ ആണ് ആദ്യത്തെ ചാന്നാർ ലഹള ഉണ്ടാകുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ തന്നെ കീഴാള സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്നൊരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ശ്രീനാരായണ ഗുരുവിനും 25 വർഷം മുമ്പ് അവർണർക്കായി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ ഒരു മഹാനവോത്ഥാന ആചാര്യന്റെ പേരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മൂക്കുത്തി സമരം നടത്തിയത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരം നടത്തിയത്. സ്ത്രീക്ക് വേണ്ടി ആദ്യത്തെ സമരം നയിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അവർണ സ്ത്രീകൾക്ക് മൂക്കുത്തിയിട്ട് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അനേകം മൂക്കുത്തികൾ വാങ്ങി ഒരു പൊതു അങ്ങാടിയിൽ സ്ത്രീകളെ നിരത്തി നിർത്തി അവരൊക്കെ മൂക്കുത്തി ഇടിച്ച് നടത്തിക്കൊണ്ടാണ് ആദ്യത്തെ മൂക്കുത്തിയിടാൻ പാടില്ല എന്ന ആചാരത്തെ അനാചാരമെന്ന് കരുതി കൽപ്പിച്ച് ധിക്കരിച്ചു. അച്ചിപ്പുടവ ഉണ്ടാക്കിയിരുന്നത് അവർണ സ്ത്രീകളാണ്. അച്ചിപ്പുടവ വെച്ചാൽ ഉപരിവർഗ സ്ത്രീകൾക്ക് വിശേഷാവസരങ്ങളിൽ ധരിക്കാനുള്ള പുടവയാണ്. അത് ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആ അച്ചിപ്പുടവ ഒരു സ്ത്രീയെ ധരിപ്പിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അങ്ങനെ അച്ചിപ്പുടവ ധരിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയുടെ പുടവ വലിച്ചു കീറി ചെളിയിൽ പൂഴ്ത്തി അവരെ നഗ്നയാക്കി നടത്തിയതിനെതിരെ അതിരൂക്ഷമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അവർണ സ്ത്രീകൾ കല്ലയും മാലയും ധരിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അത് ധിക്കരിച്ച സമരങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. മാറുമറക്കലിന് എത്രയോ സമരങ്ങൾ നടന്നു. കമ്മ്യൂണിസ്റ്റുകാരനായ പി സി ജോസ് ആണ് ഈ പറയുന്ന വേലൂരിലടുത്ത് മണിമലർക്കാവിൽ സ്ത്രീകളെ മാറുമറപ്പിച്ച് നടത്തിയത്. അത് കൊല്ലധികമായിട്ടില്ല, 1935 മറ്റോ ആണ്, 45 മറ്റോ ആണ്. മാറ് മറയ്ക്കുന്നതിന് കരം കൊടുക്കണം, മറയ്ക്കുന്നതിനല്ല, മുല വളരുന്നതിന് കരം കൊടുക്കണം എന്നൊരു നിയമം, ഒരു ആചാരം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാവിന് സ്ത്രീകൾ മാറും മുടിയും വളരുന്നതിന് നികുതി കൊടുക്കണം. അത് പിരിക്കാൻ ആൾ വരും. നോക്കൂ എത്ര ക്രൂരമായ ആചാരങ്ങളാണ് നിലനിന്നിരുന്നത്. അതിനെതിരെ ചേർത്തലയിൽ നങ്ങേലി എന്നൊരു സ്ത്രീ ഇങ്ങനെ മുലക്കരം പിരിക്കാൻ വന്ന ആളുടെ മുമ്പിൽ വെച്ച്, ഇത് രണ്ടും ഉള്ളത് കൊണ്ടല്ലേ നീ കരം പിരിക്കാൻ വന്നത്, ഇതാ കൊണ്ടുപോയി നിന്റെ ചക്രവർത്തിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് തന്റെ 2 മാർവിടവും ഛേദിച്ച് ഒരു ഇലത്തുണ്ടിൽ വെച്ച് അവിടെ മരിച്ചു വീണ സ്ഥലത്തിന്റെ പേര് മുലച്ചിപ്പറമ്പ് എന്നാണ്. ചേർത്തലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇപ്പോഴും നങ്ങേലിയുടെ ആസ്ഥാനമായ മുലച്ചിപ്പറമ്പിനെ കാണും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആചാരങ്ങളൊക്കെ ലംഘിക്കാവുന്നതാണ്. എല്ലാ ആചാരങ്ങളും മനുഷ്യവിരുദ്ധമാണെങ്കിൽ ലംഘിച്ചേ മതിയാവും. സ്ത്രീ വിരുദ്ധമാണെങ്കിലും ലംഘിച്ചേ മതിയാവും. ശബരിമലയിൽ സ്ത്രീ കയറിയതുകൊണ്ട് അയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന വിശ്വാസം എനിക്കില്ല. അതുപോലെ ഹിജാബ് ധരിച്ചതുകൊണ്ട് നിയമങ്ങളൊക്കെ ഇല്ലാതാകുമെന്നോ ധരിക്കാതിരുന്നത് കൊണ്ട് നിയമങ്ങളൊക്കെ മാറുമെന്നോ എന്ന വിചാരവും എനിക്കില്ല. പക്ഷേ അത് ആചാരബന്ധിതമായിട്ടല്ല അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, അത് ഓരോ സമുദായത്തിലും വേറെ വേറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് വേറെ നിയമം, മുസ്ലിം ശരീഅത്ത് നിയമം, ഓരോ വിഭാഗത്തിനും ഇന്ത്യൻ പീനൽ കോഡ് അംഗീകരിച്ച നിയമമുണ്ട്. ഏക സിവിൽ കോഡൊന്നും വേണ്ട. ഇവിടെ നിലനിൽക്കുന്ന നിയമം തന്നെ വെച്ചുകൊണ്ട് നിയമത്തിന്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നുന്നത് പ്രഖ്യാപിക്കാനും അതനുസരിച്ച് ആചാരങ്ങളെ തിരുത്താനും സാധിച്ചില്ലെങ്കിൽ ചണ്ഡാല ഭിക്ഷുകിയുടെ 100ാം വർഷമാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കാം. ഒരു കവിയിൽ തന്നെയാണ് അവസാനിപ്പിക്കേണ്ടത്. ചണ്ഡാല ഭിക്ഷുകിയുടെ പ്രശ്നം അതായത്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരി ദാശുന്നി ഓമലേ തരൂ തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ. വന്നിട്ട് ചോദിച്ചത് കുറച്ച് വെള്ളമാണ്. പക്ഷെ അവൾ പറഞ്ഞ മറുപടി, അല്ലല്ലെന്ത് കഥ ഇത് കഷ്ടമേ, അല്ലലാൽ അങ്ങ് ജാതി മറന്നുവോ, നീച്ച നാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ, കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവൾ ഒരു ചണ്ടാലി. ഇതൊന്നും ഈ പുരുഷൻ പറഞ്ഞതല്ല, സ്ത്രീ സ്വയം പറയാണ്. ഞാൻ ചണ്ടാലിയാണ്, ഞാൻ നീചനാരിയാണ്, അങ്ങ് ജാതി മറന്നുവോ, ഞാൻ വെള്ളം തന്നാൽ അങ്ങേക്ക് ഭ്രഷ്ടുണ്ടാവില്ലേ, നീചനാരിയുടെ കയ്യിൽ നിന്ന് അങ്ങേപ്പോലൊരു ആര്യൻ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഇത് സ്ത്രീയിൽ നൂറ്റാണ്ടുകളായി നട്ടു വളർത്തിയിരിക്കുന്ന അധമബോധത്തിന്റെയും അടിമബോധത്തിന്റെയും പ്രഖ്യാപനമാണ്. ആശാൻ അതീവ നാടകീയമായിട്ട് അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നേർ, നാവു വരണ്ടഹോ ഭീതി വേണ്ട,
തരിക അതെനിക്ക് നീ. ഇതാണ് ഞാൻ ഇന്ത്യയിലെ എല്ലാ സഹോദരിമാരോടും പറയുന്നത്. ആചാരങ്ങളുടെ നൂലുകൾ കൊണ്ട് നിങ്ങളെ കെട്ടി നിർത്താൻ സാധിക്കുകയില്ല. ഭീതി വേണ്ട. ആശാൻ അതിനും മുമ്പ് സീതയെ പറത്തിച്ച ആളാണ്. ഏതാണ് വരികളുണ്ടല്ലോ, ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ. അതിന് തൊട്ടു മുമ്പ് നിന്റെ കൈയിന്റെ ബലം കുട്ടി ഞാൻ പറന്നു പോവാണെന്ന് പറയുന്നില്ലേ? ഇനി യാത്ര പറഞ്ഞിടട്ടെ ഹാ യുവസാമ്രാജ്യപരേ പതേ ദിവസ് പതേ എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് ആ വരികളെ ഞാൻ മറന്നുപോയി. അങ്ങയുടെ കയ്യിന്റെ ബലം വിട്ട് ഞാൻ പറക്കുകയാണ്. ഭയമറ്റ് പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. പ്രിയ രാഘവ, അതാണ് പ്രിയ രാഘവ. ആദ്യമായിട്ട് ഒരു സ്ത്രീ കേരളത്തിൽ ഭർത്താവിനെ പേര് വിളിച്ചത് അന്നാണ്. ഡിയർ മിസ്റ്റർ രാഘവൻ. എന്റെ അമ്മയൊന്നും എന്റെ അച്ഛനെ പേര് വിളിച്ചിട്ടില്ല. ഏയ് പോയി എന്നൊക്കെ വിളിക്കൂ. അമ്മ പേരും വിളിക്കില്ല, ഏട്ടാന്നും വിളിക്കില്ല. എന്റെ ഒരു വല്യമ്മയുണ്ട്. വല്യമ്മ ഭർത്താവിനെ വിളിക്കുന്നത്, വല്യമ്മ ചെറു തറവാട്ടിലെ വല്യമ്മയാണ്, അവനവൻ എന്നാണ്. ഭർത്താവിനെ പറ്റി പറയുമ്പോഴൊക്കെ അവനവന് തന്നെ ചെയ്തൂടെ? ഇവിടെ ഒരു കാര്യമുണ്ട്, അവനവനായിട്ടൊന്നും ചെയ്യില്ല. ഇതെന്താ വെച്ചാൽ ഒക്കെ അവനവൻ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഭർത്താവ് എന്ന് പറയുന്നിടത്തൊക്കെ അവനവൻ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ത്രീ പരിഹാരം ഉണ്ടാക്കിയത്. 60കളിൽ പി ഭാസ്കരൻ സിനിമ പാട്ടിൽ എഴുതി, എന്ന ആത്മനായകനെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കും, അല്ലെ? നരേഷ് ഭാഷ ഭാസ്കറിന്റെ സ്വന്തം ഒരാളാണ്. 60കളിൽ വിപ്ലവകവിയായ ഭാസ്കറിന് പോലും ഭർത്താവിനെ പേര് വിളിക്കാമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷെ 105 കൊല്ലം മുമ്പ് ചിന്താവിഷ്ടയായ സീതയിൽ രാമനെ സീത വിളിച്ചത് പ്രിയ രാഘവ, വന്ദനം ഭവാന്, ഉയരുന്നു ഭുജശാഖ വിട്ടു ഞാൻ നിന്റെ കൈകളിൽ തലചായ്ച്ചു കിടന്നേ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ വാത്മീകിയുടെ സീതയെ കൊണ്ട് നിന്റെ കൈത്തണ്ടയുടെ ബലം വിട്ട് ഞാൻ ഉയരുകയാണ്. ഭയമറ്റു പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന. നിന്റെ തുണ എനിക്ക് ആവശ്യമില്ല. പുരുഷന്റെ തുണയില്ലാതെ, ഒരു ഭയവുമില്ലാതെ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കിക്കൊണ്ട് പറക്കും, വളരും. ഇതാണ് ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കേണ്ട നിയമം. അതിന് ആചാരങ്ങൾ തടസ്സമാകരുത്. അവിടെയും ആശാൻ തന്നെയാണ് ആപ്തവാക്യം. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂളായിക സമ്മതം രാജൻ. മഹാരാജാവിന്റെ മുഖത്ത് നോക്കി കവി പറയാം, ഇന്നലെ ചെയ്ത അബദ്ധമാണ് ഈ ആചാരങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയോടും നമ്മുടെ മുഖ്യമന്ത്രിയോടും ഒക്കെ നമ്മൾ പറയേണ്ടത് രാജനെന്നല്ല, നമ്മുടെ പ്രതിനിധികളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ചെയ്ത അബദ്ധങ്ങളെ ഇന്ന് ആചാരമായി സ്ത്രീയെ ചങ്ങലക്കിടുന്ന ദുർബലമായ നൂലുകളാക്കി കെട്ടിവെക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കെട്ടി നിർത്താൻ കഴിയാതെ ദുർബലപ്പെട്ട ചരടിൽ ജനത ഈ സ്ത്രീകൾ നിൽക്കുകയില്ല. അതുകൊണ്ട് ഇവർ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 21ാം നൂറ്റാണ്ട് സ്ത്രീകളുടെ നൂറ്റാണ്ടായിരിക്കും. അതിന് എന്റെ വാക്കുകൾക്കും ഒരു ബലം നൽകാൻ കഴിയുമെങ്കിൽ അത്രയും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.